എവനാള് കൊള്ളാം. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? ഇയർ കുപ്പി വിവാദം, ഇത് ദൃശ്യങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ എതിരാളികൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ ഈ 3 ദിവസം സമ്മേളനത്തിനകത്താണ്, അതുകൊണ്ട് ഈ വിവാദം ബിയർ കുപ്പി വിവാദം എന്നാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. യഥാർത്ഥത്തിൽ അവിടെ ഞങ്ങൾ ചൂടുവെള്ളം ഒഴിഞ്ഞ കുപ്പികളിൽ കൊടുത്തതാണ്. സംഘാടക സമിതി വലിയ ശീലാവധിയൊന്നും വേണ്ട, വളരെ മാതൃകാപരമായിട്ട് പങ്കെടുക്കാനെത്തിയ നേതാക്കന്മാർക്കും എല്ലാം ചൂടുവെള്ളം നൽകുന്നതിന് ഒഴിഞ്ഞ കുപ്പികൾ ഉപയോഗിച്ചു. എന്തൊരു നീചനാണ്. ഇതിലെന്താ പുതിയതായിട്ടൊരു കാര്യമെന്ന് എനിക്കറിയില്ല. ആരാ ഇത് ചെയ്യാത്തത്? ഇപ്പം നമ്മളെല്ലാവരും അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കഷ്ടായിപ്പോയി, വെടിവെച്ച് കൊല്ലണപ്പതിനെ. ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നു, അത് ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിൽ ഏറ്റവും ലളിതമായ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യത്തെ എടുത്ത് ഇങ്ങനെ പർവ്വതീകരിക്കുക, ഇങ്ങനെ കുപ്രചരണം നടത്തുക എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. ശക്തമായി നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാം പാർട്ടിയെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ പുതിയ കാലത്തെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളെയൊക്കെ ഇപ്പം എനിക്കിതൊന്നും എന്നെയോ ബാധിക്കുന്ന കാര്യമല്ല, ഈ മഹാപ്രസ്ഥാനത്തെ ബാധിക്കുന്ന കാര്യമല്ല. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വെള്ളം കുടിക്കാൻ പോലും വിടില്ല എന്നാ തോന്നിയത്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഏതായാലും നിന്നിട്ട് കാര്യമില്ല, മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരും.